നിനക്ക് അതിശയുണ്ടെന്ന് എനിക്കറിയാം. ഇന്നലെ രാത്രി അമ്മയച്ഛനും ഒരു പാർക്കിലേക്ക് പോകുന്ന കാര്യം പറയുന്നത് പോലെ ഞാൻ കേട്ടു. എനിക്ക് കൂടുതൽ ഇഷ്ടം ഡൈനോ റൈനോ എന്ന പാർക്കിൽ പോവാനാണ്. എന്തായാലും ഏത് പാർക്കായാലും ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അങ്ങനെ ഏത് പാർക്കായാലും നല്ല ഡ്രസ് ഇട്ടിട്ട് വേണ്ടേ പോവാൻ. അമ്മ ഞാൻ റെഡിയായേ. എവിടെ പോവാനാണ് ഹെൻറി? ഞാൻ റെഡിയായി അമ്മേ. നന്നായി പീറ്റർ. അല്ല ഹെൻറി. വരൂ അമ്മേ, ഡൈനോ റൈനോ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നീ ഉദ്ദേശിച്ചത് ഹാപ്പി ഹിപ്പോസിനെയാണോ ഹെൻറി? നീ എന്താണ് ഈ പറയുന്നത് പീറ്റർ? ഓ, നിനക്ക് മനസ്സിലായില്ലേ? അച്ഛനും അമ്മയും എന്നെ ഹാപ്പി ഹിപ്പോസിന്റെ ഷോയിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. കാരണം ഞാൻ എന്റെ പരീക്ഷയ്ക്കെല്ലാം നല്ല മാർക്കാ വാങ്ങിയത് ഇന്നലെ നടത്തിയ പരീക്ഷയിൽ. അപ്പം മിസ് ലൗലി എനിക്ക് അമ്മ സത്യമാണോ പറയുന്നത്? ഞാൻ ഡൈനോ റൈനോ എന്ന പാർക്കിലോട്ട് പോകുന്നില്ലെന്ന്? ഇല്ല ഹെൻറി, നീ പോകുന്നില്ല. ഇത് പീറ്ററിനുള്ള സ്പെഷ്യൽ ട്രീറ്റ് ആണ്. പക്ഷേ ഞാൻ നിനക്ക് വേണ്ടിയും ഒരു കാര്യം സ്പെഷ്യൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഹെൻറി. ശരിക്കും? അതെ. ഡൈനോ റൈനോ എന്ന പാർക്കിലോട്ട് കൊണ്ടുപോകണോ? ചിലപ്പോ അങ്ങനെയാവാം. പക്ഷെ അത് ദൂരെയല്ല, അവിടെ അടുത്തുള്ള പാർക്കിലാണ്. എന്താ ഉദ്ദേശിച്ചേ? അതായത് എനിക്ക് തോന്നുന്നത് നീ റോഡിന്റെ അപ്പുറത്തുള്ള പാർക്കിൽ പോയി കളിക്കുന്ന നല്ലതെന്നാണ്. അവിടെ നല്ല കാറ്റും കിട്ടും. നിന്നെ കൊണ്ടുപോകാനായിട്ട് ഒരാളെ അറേഞ്ച് ചെയ്തിട്ടുമുണ്ട്. അതിന്റെ അർത്ഥം എന്നെ ഒരു ബേബി സിറ്റർ നോക്കാൻ വരുമെന്നാണോ? ഒരുപക്ഷെ ആയിരിക്കാം. എന്തൊക്കെയായാലും ആ മിസ് റബക്ക വരുമെന്ന് മാത്രം എന്നോട് പറയരുതമ്മേ, പ്ലീസ്. അങ്ങനെ പറയില്ലല്ലോ എന്നോട്. വേണ്ട, വാതില് തുറക്കണ്ടമ്മേ. ഇനി കൊച്ചു പിള്ളേരെ പോലെ കാണിക്കാതെ ഹെൻറി. അത് വേറൊരു ബേബി സിറ്റർ അല്ലേ? അമ്മ തന്നെ പറയും ഞാനൊരു ബേബി അല്ലെന്ന്. എന്നിട്ട് അമ്മ തന്നെ എന്നെ ഒരു ബേബി സിറ്ററിനെ കൂടെ നോക്കിപ്പിക്കുകയും ചെയ്യും. അപ്പോ ബൈ ഹെൻറി. അടങ്ങിയിരിക്കണേ. ഹാപ്പി ഹിപ്പോ ഷോ വേഗം തുടങ്ങും. നമുക്ക് പോകാം അമ്മേ, വേഗം വാ. ഓ ശരി 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 പീറ്ററെ, വരൂ. നിക്ക്. നിങ്ങളെന്താ വെറുതെ അങ്ങ് പോവുകയാണോ? ഈ ബേബി സിറ്ററിനെ എന്നോടൊന്ന് പരിചയപ്പെടുത്താതെ പോലും. ബൈ. ഹലോ ഹെൻറി. ഒരു നിമിഷം, നിങ്ങളെ എവിടെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അതെ, ലാസ്റ്റ് ടൈം നിന്നെ ഞാൻ ബേബി സിറ്റ് ചെയ്തില്ലേ? ലാസ്റ്റ് ടൈമോ? അതെ, ഒരു തവണ മാത്രമേ നീ ഇരുന്നിട്ടുള്ളൂ. അതെനിക്ക് ഒരിക്കൽ പോലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. ഒരു വെള്ളത്തിന്റെ അനുഭവം. ഓ അങ്ങനെയാണല്ലേ. നിങ്ങളിവിടെ വന്നത് റിവെഞ്ചിനാണോ? ഞാൻ റിവെഞ്ച് എടുക്കുന്ന ആളൊന്നുമല്ല, പക്ഷേ ഇപ്പൊ എനിക്ക് നന്നായിട്ട് ശ്രദ്ധിക്കാൻ അറിയാം. ഓ എന്നാ ശരി. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾക്കൊന്നും അറിയത്തില്ല. ഓ എന്താ അത്? അതായത് ഞാൻ പാർക്കിലോട്ടൊന്നും പോകാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്കതിനൊരു കുഴപ്പമില്ല. ഇനിയിപ്പോ നിങ്ങൾ എന്നോട് പോവാൻ പറഞ്ഞാല് ഞാൻ... നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് എനിക്കൊരു കുഴപ്പമില്ലെന്നല്ലേ. നീ എന്ത് വേണമെങ്കിലും വായിക്കോ ഹെൻറി. ഓ എന്നാ ശരി. അപ്പോ ഞാൻ പോയി TV കണ്ടോട്ടെ. എന്നെ മ്യൂസിക് കേൾക്കാൻ അനുവദിക്കുകയാണെങ്കിൽ നീ എന്ത് വേണമെങ്കിലും കാട്ടിക്കുട്ടിക്കോ. ഞാനിപ്പോ ബിസ്ക്കറ്റ് കഴിച്ചോട്ടെ. പിന്നെ ചിപ്സും. ഇത് കൊള്ളാലോ ഇവര്. ഇവര് ഞാൻ എന്ത് ചോദിച്ചാലും പാട്ടും കേട്ടോണ്ട് ഓക്കെ ഓക്കെ എന്ന് പറയും. ഇപ്പൊ ഞാൻ ഭയങ്കര സന്തോഷത്തില. ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് ആണ്. കില്ലർ ബോയ് റാറ്റ്സിലെ ലീഡ് സിംഗറായ എഡ് ഹാഗർ ഇന്ന് ഒരു സ്പെഷ്യൽ ലൈവ് അപ്പിയറൻസ് നടത്തുന്നതായിരിക്കും. എന്താ? ലൈവായിട്ട് അവര് വരുമെന്നോ? ഇത് ഒരുപാട് ചോദ്യങ്ങളാണല്ലോ. ഞാൻ എന്നാലും ഓർഡറിൽ പറയാൻ നോക്കാം. ഞാൻ പറഞ്ഞത് കില്ലർ ബോയ് റാറ്റ്സിന്റെ ലീഡ് സിംഗർ ഒരു സ്പെഷ്യൽ ലൈവ് അപ്പിയറൻസ് നടത്തുന്നതായിരിക്കും എന്നാണ്. എന്താ? ഇവിടെ എവിടെയെങ്കിലും അടുത്താണോ? എവിടെയാണെന്ന് പെട്ടെന്ന് പറയ്. എവിടെയാ? റോഡിനപ്പുറത്തുള്ള പാർക്കിൽ വെച്ച് ഇപ്പോൾ തന്നെ. റോഡിന്റെ അപ്പുറത്തെ പാർക്കിൽ വെച്ച്? അത് ഇപ്പൊ തന്നെ? അത് തന്നെ ഞാനും പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹം സൈൻ ചെയ്യുന്നതായിരിക്കും. സൈൻ ചെയ്തു തരുമെന്നോ? എന്തിലൊക്കെ അയാൾ സൈൻ ചെയ്യുന്നത്? അദ്ദേഹം എല്ലാത്തിലും സൈൻ ചെയ്യും. നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ആൽബം ആണോ? അതെ, ലേറ്റസ്റ്റ് ആൽബം എന്തെങ്കിലും ഉണ്ടല്ലോ. ഓ കിട്ടിപ്പോയി. ഇതിലെ നിങ്ങൾ ഉദ്ദേശിച്ച ലേറ്റസ്റ്റ് ആൽബം. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ പെട്ടെന്നാവട്ടെ, അദ്ദേഹം അധിക നേരം അവിടെ കാണില്ല. ഹേയ്, നമുക്ക് രണ്ടുപേർക്കും ഒരു സ്ഥലം വരെ പോണം. നമുക്ക് രണ്ടുപേർക്കും ഒരു സ്ഥലം വരെ പോണം. എവിടെ പോകാൻ? നമ്മള് റോഡിന്റെ അപ്പുറത്തെ പാർക്കിലാ പോകുന്നത്. വേഗം വാ. ഒന്ന് പെട്ടെന്ന് വാ. ഓ
ഒരു സൈൻ കിട്ടാൻ വേണ്ടി ഇത്രയും വലിയ ലൈനിൽ നിൽക്കണോ? ഹേ, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യ്. ഓ, ഫ്രണ്ടില്ലാത്ത ഇത് കുറെ നേരം എടുക്കുമല്ലോ. ഞാനൊന്ന് അങ്ങോട്ട് പോയിട്ട് വരാമേ. ഈ ആൽബത്തെ സൂക്ഷിച്ചു വെച്ചോണേ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞാൻ കില്ലർ ബോയ് കണ്ടെന്നുള്ളത്. ഹേ കില്ലർ ബോയ്, ഇങ്ങോട്ട് നോക്ക്. ഞാൻ നിങ്ങളുടെ ഒരു വലിയ ഫാനാണ്. അയാൾക്ക് എന്നെ അറിയത്ത കൂടിയില്ല. പോയി ക്യൂവിന് പുറകിൽ നിൽക്കണ. എനിക്ക് ഇതിന്നൊരു ഐസ്ക്രീം തരാമോ? ദേ നോക്ക്, അവിടെ ഒരു ഡ്രാഗൺ പറന്നു പോകുന്നു. അതെന്റെ ഐസ്ക്രീമാ. അതായത് ആ കൊച്ചിന്റെ ഐസ്ക്രീമാണ്. മര്യാദയ്ക്ക് അവിടെ നിൽക്ക്, വികൃതി ചെറുക്ക. പോ സമയായി. നിക്കട അവിടെ വികൃതി ചെറുക്ക. ഓ മോളെ, നിന്നെ കൊണ്ട് തോറ്റല്ലോ. ആ, നീ തന്നെ ഇതൊക്കെ ചെയ്തെന്ന് എനിക്ക് ആദ്യമേ തോന്നിയതാ. വികൃതി ചെറുക്കൻ. പോടാ, വീട്ടിൽ പോ. ഇല്ലെങ്കിലേ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ദേ ഇവനിവിടെ നിപ്പുണ്ട്. അവനിവിടെ ഉണ്ട്. അവനിവിടെ ഉണ്ട്. അവനെ വിടരുത്, പിടിച്ചോണം. ഹലോ. ഹലോ. എടാ ചെറുക്ക, നിന്റെ കഥ കഴിഞ്ഞു. വേണ്ട, ഞാൻ നിങ്ങളുടെ നമ്പർ 1 ഫാനാണ്. നമ്പർ 1 വികൃതി ചെറുക്കൻ എന്ന് പറയുന്നതാ ശരി. എന്നെ കൊണ്ട് പോകരുത്. ഞാൻ കില്ലർ ബോയുടെ നമ്പർ 1 ഫാനാണ്. ഞാനും ഒരു സൂപ്പർ സ്റ്റാർ ആകും. ഒരു നാൾ നമ്മളും അറിയപ്പെടും. ഓ കൊള്ളാലോ. പിന്നെ എനിക്കൊരു ഗിറ്റാർ വായിക്കാൻ അറിയാലോ. ഓ കൊള്ളാലോ, അതൊക്കെ കൊള്ളാം. പക്ഷേ നിക്ക്, നിനക്ക് വേറെ ഏതെങ്കിലും സോങ്സ് അറിയോ മോനെ? പിന്നെ അല്ലാതെ, നിങ്ങൾ എഴുതിയിട്ടില്ലാത്ത പാട്ട് വരെ എനിക്ക് പാടാൻ അറിയാം. പിന്നെ നിങ്ങൾ എഴുതിയിട്ട് സെല് ചെയ്യാത്ത പാട്ട് വരെ എനിക്കറിയാലോ. ഞാനാണ് നിങ്ങളുടെ നമ്പർ 1 ഫാൻ എന്ന് പറഞ്ഞില്ലേ? നീ ഒന്ന് വെയിറ്റ് ചെയ്തേ, ഇവനെ കൊണ്ട് വേറെ ഐഡിയ ഉണ്ട്. നീ ഇന്ന് ഉച്ചയ്ക്ക് ഫ്രീ ആണോ മോനെ? ഫ്രീ ഒക്കെയാണ്. പക്ഷെ എനിക്ക് ഇനിയും ആ ക്യൂവിൽ പോയി നിങ്ങളുടെ സൈൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. എനിക്ക് പെട്ടെന്ന് പോണം. ഇനി എന്തായാലും നീ ക്യൂവിൽ നിൽക്കേണ്ടി വരില്ല. നീ എന്റെ കൂടെ വാ. ഞാനും ഒരു സ്റ്റാർ ആകും, കില്ലർ ബോയെ പോലാകും, ഫോട്ടോഗ്രാഫും എഴുതി തരും. ഞാനും ഒരു സ്റ്റാർ. നിങ്ങൾ എഡ് ഹാഗർ, കില്ലർ ബോയ് റൈറ്റ്സിലെ. നൈസ് ടു മീറ്റ് യു. ചെസ് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ടെസ്സോ? ആരാ ടെസ്? ഇതാ ചെസ് എന്റെ ബേബി സിറ്റർ ആണ് കേട്ടോ. നിന്റെ ബേബി സിറ്ററോ? അതൊരു വലിയ കഥയാണ്. ഞങ്ങൾക്ക് മനസ്സിലാവും ഹെൻറി നിങ്ങൾക്ക് എന്താ നോക്കാൻ പറ്റാത്തതെന്ന്. അവന് കുറച്ച് വികൃതി കൂടുതലാണ്. ക്ഷമിക്കണം കേട്ടോ. എനിക്കതിലൊരു കുഴപ്പമില്ല, ഞാനിതാ പോകുന്നു. ടാറ്റാ. അവനെ ഒന്ന് സൂക്ഷിച്ചോ. നിങ്ങൾ എന്താ പറഞ്ഞേ? അതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. ഹെൻറി പറയമ്മേ. അല്ല, അവര് പറഞ്ഞു നിന്നെ നോക്കുന്നതിൽ അവർക്ക് കുഴപ്പമില്ലാന്ന്. നീ എന്തെങ്കിലും വികൃതി കാണിച്ചായിരുന്നോ ഹെൻറി? സത്യം പറയേ. പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. അമ്മ പറഞ്ഞതുപോലെ റോഡിന്റെ അപ്പുറത്തുള്ള പാർക്കിൽ പോയി, അത്രേ ഉള്ളമ്മേ.